എല്ലാവരെയും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതരാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് 087/2026 പാർട്ട് 2 മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതർ. ഇവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിൽ നിശ്ചിത യോഗ്യതയുള്ള മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതരായ ഉദ്യോഗാർത്ഥികളിൽ താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് നമ്മുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ ഉണ്ടല്ലോ, അതായത് PSC വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സ്ഥാപനം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് മത്സ്യഫെഡ്. ഉദ്യോഗ പേര് സ്റ്റോർ കീപ്പറാണ്. സാലറി 24,400 രൂപ മുതൽ 55,200 രൂപ വരെയാണ്. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് PSC ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇനി മറ്റു കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കിവിടെ വീഡിയോയിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം. കുറിപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്താൽ മതി. ഞാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലോട്ട് കടക്കുകയാണ്. പിന്നീട് പ്രൊബേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിയമന രീതി മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും നേരിട്ടുള്ള നിയമനമാണ്, അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. പ്രായപരിധി നോക്കൂ, 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാം. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1982 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഈ പറഞ്ഞ 2 തീയതികളും ഉൾപ്പെടെ. മറ്റു പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ, അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗം, അതുപോലെ തന്നെ OBC, ഇവർക്കൊക്കെ നിയമാനുസൃതം അനുവദനീയമായ വയസ്സ് ഇളവ് ലഭിക്കുന്നതായിരിക്കും. പിന്നീട് പറയുന്നുണ്ട്, യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി ഉയർന്ന പ്രായപരിധിയിൽ അനുവദിച്ചിട്ടുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾക്ക് ഈ വിജ്ഞാപനത്തിൻ്റെ പാർട്ട് 2 പൊതുവ്യവസ്ഥകളിലെ 2ാം ഖണ്ഡികയിലെ 1, 2, 3, 4, 6, 7 എന്നീ ഉപഖണ്ഡികകൾ നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യാം, ഇത് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അതും നോക്കാൻ സാധിക്കും. ഞാനിത് പതിയെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഇതിൻ്റെ യോഗ്യത പറയുന്നത് അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതനായിരിക്കണം. രണ്ടാമത് പറയുന്നത് SSLC ജയിച്ചിരിക്കണം, അതായത് 10ാം ക്ലാസ് യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. SSLC പാസ്സായിരിക്കണം അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചെടുക്കുക. സർട്ടിഫിക്കറ്റിൻ്റെ ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മാതൃക, സാക്ഷ്യപത്രത്തിൻ്റെ മാതൃക കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അപ്ലൈ നൗ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. സോ ഇതേപോലുള്ള PSC ജോബ് നോട്ടിഫിക്കേഷൻസും PSC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2/9/2026 ബുധനാഴ്ച അർദ്ധരാത്രി വരെയാണ്. അപ്പോൾ എല്ലാവരും 2/9/2026 ബുധനാഴ്ച അർദ്ധരാത്രിക്ക് മുമ്പ് തന്നെ, അതായത് വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ മിസ്സാവാതിരിക്കാൻ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. PSC റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റും കട്ട് ഓഫും PSC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചാനലിലൂടെ അറിയാൻ സാധിക്കും. ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.